ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ്. എന്റെ സമയത്ത് ഞാൻ സംസാരിക്കട്ടെ. കേരളത്തിലെ നിയമങ്ങൾ ഇനി ലീഗ് പറയും എന്ന് പറഞ്ഞപ്പോ നജ്മയുടെ ജനാധിപത്യ ബോധം എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ബഹാറുൽ ഇസ്ലാം ബീഹാർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്കാൻഡലിൽ ഉൾപ്പെട്ടിരുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രയെ വെളുപ്പിച്ചതിന് ശേഷം രാജ്യസഭയിലേക്ക് പോയപ്പോൾ ലീഗ് വായിൽ വെള്ളം ഒഴിച്ചും മിണ്ടാതിരിക്കായിരുന്നു നജ്മ. ശ്രീ ഷജിത് പണിക്കർ, ഇപ്പോൾ ഇവരൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്ത് യുവാക്കളെ കൗമാരക്കാരെ ഒക്കെ രോഷാകുലരാക്കുന്ന വിവിധ സാഹചര്യങ്ങളുണ്ട്. എന്നിട്ട് അങ്ങനെ ഉള്ളപ്പോൾ യുവരോഷം ഉയരും എന്നത് വളരെ പ്രധാനമല്ലേ? അത് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായാൽ അത് ആളിപ്പടരുമെന്ന കാര്യത്തിൽ സംശയമുണ്ടോ? കഴിഞ്ഞ എക്സ്ട്രാordinary കഥ. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? കാര്യം ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സമരം ചെയ്യുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെയും ഞങ്ങൾ പ്രതിഷേധിക്കുമെന്നാണ് 2 ദിവസം മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ ഇങ്ങനെ. പക്ഷേ അങ്ങനെയുള്ള ഒരു പിന്തുണയ്ക്ക് പോലും ഈ പുതിയ തലമുറയിലുള്ള ആൾക്കാർ തയ്യാറാകുന്നില്ല. അത് ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ ആ ഒരു പിന്തുണ അവർ കൊടുക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രഭാകരേട്ടന് വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാ. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യക്ഷത്തിൽ BJPക്ക് എതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് എന്ന് പറയുമ്പോഴും ഞാൻ കരുതുന്നത് അവരവിടെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടിയുടെ സ്പേസ് ആണ്. ഈ വിഷയം ഇവരിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റെടുത്തു എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ഫൗണ്ടിംഗ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൽ ഈ നീറ്റ് പേപ്പർ ലീക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതാണ് അതിലുള്ള എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. അതിന് കാരണം അവരുടെ ആ ലക്ഷ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചിലതൊക്കെ ഫാഷിസവുമാണ് എന്ന് പറയാം. ഉദാഹരണത്തിന് അംബാനി അദാനി ഇവരുടെ മീഡിയ പ്രസൻസിനെ ബ്ലാങ്കറ്റായിട്ട് എതിർക്കുകയാണ്. അവരുടെ മീഡിയ ലൈസൻസ് എല്ലാം ഇന്ത്യയിൽ റദ്ദാക്കണം എന്നവർ പറയുകയാണ്. അത് എന്ത് തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് തന്നെ താങ്കൾക്കറിയാം വളരെ കൃത്യമായിട്ട് ഇന്ത്യയിൽ മീഡിയ ലൈസൻസ് റദ്ദാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ നിയമങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സെക്യൂരിറ്റി ക്ലിയറൻസ് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരാളിന് ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഓതറൈസ്ഡ് അല്ലാത്ത വിധത്തിൽ ആ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ് ഏത് തരത്തിലുള്ള മോഡ് ഓഫ് ബ്രോഡ്കാസ്റ്റ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് പാലിച്ചിട്ടില്ല എങ്കിൽ അത് ക്യാൻസൽ ചെയ്യപ്പെടാം. ചൂണ്ടിക്കാണിച്ചിട്ട് പോലും പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുണ്ട് ഇവിടെ. അല്ല, തീർച്ചയായിട്ടും ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായതിനു ശേഷം അങ്ങനെ ആയിട്ട് പോലും പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് എനിക്കറിയാം. ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂയി നമുക്കിട്ട് പണിയ. ഇപ്പോ അംബാനി അദാനി ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള CNN പോലെ CNBC, News 18, ഫസ്റ്റ് പോസ്റ്റ്, മണി കൺട്രോൾ, NDTV, IANS പോലെയുള്ള അഗ്രഗേഷൻ ആൾക്കാർ ഇതൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലുള്ള നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇവരൊക്കെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് കാണിച്ചു എന്ന് പറയാനായിട്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ ഞങ്ങൾക്ക് അംബാനിയും അദാനിയും ഇഷ്ടമല്ല, അതുകൊണ്ട് അവരെ നിരോധിക്കണം എന്ന് പറയുന്നത് എന്ത് തരം ജനാധിപത്യ ബോധമാണ്? ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അംബാനി അദാനിയുടെ മീഡിയ വർക്ക് ചെയ്യണ്ട എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ ശരി, ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത CJP വർക്ക് ചെയ്യണ്ട എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ എന്ത് ന്യായത്തിന്റെ പേരിൽ പിന്നീട് അതിനെ എതിർക്കാനായിട്ട് സാധിക്കും? അതും ശരിയാണല്ലോ. അതേപോലെ നമ്മൾ നോക്കുക, ഈ ഗോദി മീഡിയയുടെ ആങ്കേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക. ഇവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. BJPക്ക് എതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആരോപണം എന്താണ്? അവർക്കെതിരായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ, അത് വിദേശ മാധ്യമ സ്ഥാപനങ്ങളുടെ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉൾപ്പെടെ സാമ്പത്തിക ഉറവിടം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ED അയക്കുന്നു എന്നല്ലേ? അപ്പൊ ആ പറയുന്നത് ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? എല്ലാം കയ്യിന്ന് പോവാ. അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായല്ലേ. അപ്പൊ നിങ്ങൾ ആരെയാണോ എതിർക്കുന്നത്, അവർ പറയുന്ന കാര്യം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം അതിനേക്കാൾ വലുതായി ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ ഫാഷിസ്റ്റേ ആകുന്നുള്ളൂ. കാരണം നിങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ ഭരിക്കുന്നത് ഫാഷിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളതാണ്. ഇതൊന്ന്. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. 2, അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. അതിന് ഇപ്പോഴൊരു കോൺടെക്സ്റ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. ആം ആദ്മി പാർട്ടിയുടെ 10 MP-മാരിൽ 7 പേര് BJPയിലേക്ക് രാജ്യസഭാ MP-മാരായിട്ടുള്ള ആൾക്കാർ പോയിട്ടുണ്ട്. അവരതുകൊണ്ട് പറയുന്നത് എന്താണ്? ഒരു MLA ഒരു MP-യോ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡെഫെക്ഷനായിട്ട് കരുതണമെന്നും അങ്ങനെയുള്ള ആൾക്കാർ അടുത്ത 20 വർഷത്തേക്ക് ബാൻ ചെയ്യപ്പെടണം എന്നുമാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ആന്റി ഡെഫെക്ഷൻ ലോ ഉണ്ട് എന്നതിനെ കുറിച്ച് അവർക്ക് അറിയില്ലേ? 3-ൽ 2 ആൾക്കാരെങ്കിലും ജമ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ആന്റി ഡെഫെക്ഷൻ ലോ ഇല്ലാതെയാകുന്നുള്ളൂ. എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താണ് ശ്രീവിനു? 3-ൽ 2 ആൾക്കാരുകൾ പിന്തുണ മാറ്റുന്നു എന്ന് വെച്ചാൽ 67% ആൾക്കാർ പിന്തുണ മാറ്റുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അതാണ് ജനാധിപത്യം എന്നല്ലേ അതിന്റെ അർത്ഥം? പാർട്ടിയിൽ 100 പേരുണ്ടെങ്കിൽ
67 പേർ അതിൽ അഭിപ്രായം മാറ്റുന്നു. 10 പേരിൽ 7 പേർ അഭിപ്രായം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതാണ് തീരുമാനം എന്നാണ്. അങ്ങനെയല്ലേ നമ്മുടെ ആന്റി ഡിഫെക്ഷൻ ലോ പണ്ട് മുതൽ തന്നെ പ്രവർത്തിക്കുന്നത്. അതേപോലെ അവർ പറയുന്നു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വോട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA കൊണ്ടുവന്ന് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. നല്ല ഐഡിയ. ഒരു ചീഫ് ജസ്റ്റിസും ഇന്ത്യയിൽ രാജ്യസഭയിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നു. ഇത് ഏത് കാലത്ത് തുടങ്ങി? 1958 ഇന്ത്യയിൽ തുടങ്ങിയ ചരിത്രമുണ്ട്. ബോംബെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന MC ഛാഗ്ല, അതിനുശേഷം അദ്ദേഹത്തിന് വളരെ എലീറ്റ് ആയിട്ടുള്ള കവക്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻസ് കിട്ടിയിട്ടില്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. അതിനുള്ള മറുപടിയിൽ ആദ്യം എനിക്ക് തോന്നുന്നു മറുപടി പറയേണ്ടത് ഇവിടെ ശ്രീജിത്ത് പണിക്കർ അവതരിപ്പിച്ച വളരെ ഷുഗർ കോട്ടഡ് ആയിട്ട് ഈ ഒരു മൂവ്മെന്റിന്റെ ഫാഷിസ്റ്റ് മൂവ്മെന്റ് എന്ന് ബ്രാൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവനെ തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട പറയും. അദ്ദേഹം കുറെ പഴയ ഉദാഹരണങ്ങൾ എടുത്തിട്ടു. പക്ഷെ നോക്കൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ആരാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ആൾക്കൂട്ടം ആരാണ്? അത് ജെൻസിയാണ്, കറക്റ്റ് ജെൻസിയാണ്, പുതിയ തലമുറയാണ്. ഈ പറഞ്ഞ പോലെ 18 to 30 years വരുന്ന ആളുകളാണ്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അവർ കണ്ടിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിക്സ് എന്താണ്? അത് വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. അവർ ജീവിക്കുന്നത് വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവേണൻസിലാണ്. അവര് നിരന്തരം എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്ന മീഡിയ എന്ന് പറയുന്നത് വളരെ പ്രൊപ്പഗണ്ട മീഡിയ ആണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഇവിടെ ശ്രീ നജ്മ ഞാൻ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഫാഷിസത്തിനെ ഫാഷിസം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ഫാഷിസ്റ്റ് മുദ്രാവാക്യങ്ങളും അവരുടെ മുദ്രാവാക്യങ്ങളായിട്ട് അത് പറയുമ്പോൾ അത് കുഴപ്പമില്ല. മറ്റുള്ള ആൾക്കാർ പറയുന്നത് മാത്രമാണ് ഫാഷിസം എന്ന ലൈൻ സ്വീകരിക്കരുത്. അംബാനിയുടെയും അദാനിയുടെയും മീഡിയ ലൈസൻസ് ഉടൻ റദ്ദ് ചെയ്യണം എന്ന് പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ അറിയാം ഈ ആൾക്കാർക്ക് നിയമങ്ങളെക്കുറിച്ചും ഭരണത്തിനെക്കുറിച്ചും ജനാധിപത്യത്തിനെക്കുറിച്ചും എത്രത്തോളം ബോധ്യമുണ്ട് എന്ന്. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? അവർ പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി ഒരു ഫാഷിസ്റ്റ് സ്റ്റെപ്പാണ്, ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം. ആ വിവരക്കെടിനെ ഉൾപ്പെടെ ന്യായീകരിക്കാനായിട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രതിനിധി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ ബോധത്തിന്റെ ശോച്യാവസ്ഥയാണ് കാണിക്കുന്നത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു, പോവാ. തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷം ഇടുക്കിയിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ഒറ്റ ലീഗാണ് കേരളത്തിൽ നിയമങ്ങൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ നജ്മ എവിടെ പോയി? അല്ല, ഒരു സെക്കൻഡ് നജ്മ, എന്റെ സമയത്ത് ഞാൻ പറയട്ടെ. നജ്മ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. നജ്മ ശബ്ദം ബഹളം വെച്ച് ഇല്ലാതാക്കണ്ട, ബഹളം വെച്ച് ഇല്ലാതാക്കണ്ട. വരൂ, അവരോട് മിണ്ടാതിരിക്കാൻ പറയൂ. ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ്. എന്റെ സമയത്ത് ഞാൻ സംസാരിക്കട്ടെ. കേരളത്തിലെ നിയമങ്ങൾ ഇനി ലീഗ് പറയും എന്ന് പറഞ്ഞപ്പോ നജ്മയുടെ ജനാധിപത്യ ബോധം എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ബഹാറുൽ ഇസ്ലാം ബീഹാർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്കാൻഡലിൽ ഉൾപ്പെട്ടിരുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രയെ വെളുപ്പിച്ചതിന് ശേഷം രാജ്യസഭയിലേക്ക് പോയപ്പോൾ ലീഗ് വായിൽ വെള്ളം ഒഴിച്ചും മിണ്ടാതിരിക്കായിരുന്നു നജ്മ. അതല്ല ഉദ്ദേശം. രംഗനാഥ് മിശ്ര സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസിന് പങ്കില്ല എന്ന് ചീട്ടെഴുതി കൊടുത്തതിന് ശേഷം MP ആകാൻ പോയപ്പോൾ ലീഗ് വെള്ളമൊഴിച്ചിരിക്കുകയായിരുന്നു വായില്. എല്ലാ പാർട്ടികളും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നതാണെന്ന് ശ്രീ ബെൻസ്റ്റൺ ഇവിടെ പറഞ്ഞു. എന്നാൽ എല്ലാ പാർട്ടികളെയും അൺഫോളോ ചെയ്യണമെന്ന് ഇവർ പറയണം. അവർ പറയുന്നത് ഒരൊറ്റ പാർട്ടിയാണ്. നജ്മ, നിങ്ങൾ ജനാധിപത്യ ബോധമില്ലാതെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അയാളുടെ വോയിസിനെ ഷട്ട് ഡൗൺ ചെയ്യാനും എന്ന് വിചാരിച്ചു. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.